അതിശക്തമായ ചൂട് നിമിത്തം നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ നോക്കി പാമ്പുകൾ നീങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ദിനേന എന്നോണം 1-2 ആളുകൾ വീതം പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസുഖബാധിതർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അത്തരമൊരവസ്ഥയിൽ നിന്ന് നമുക്കെല്ലാം പടച്ചവൻ കാവൽ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അപകടമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മൾ തന്നെ, നമ്മുടെ ഇണകൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മാതാപിതാക്കൾ ഒക്കെ പുറത്തിറങ്ങി നടക്കുന്നവരാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ രഹസ്യങ്ങൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ 1-2 ദിക്റുകളുമുണ്ട്. രഹസ്യമായി ചെയ്യേണ്ട, ആരും അറിയാതെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ചെയ്താൽ അള്ളാഹു ഈ പാമ്പ് കടിയിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരും. വിഷമേൽക്കുന്നതിൽ നിന്ന് അള്ളാഹു കാവൽ തരും. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദത്താണ്. പഠിച്ചാലോ നമുക്ക്? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലുള്ള വേദനകളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. സത്യം പറഞ്ഞാൽ പല ആളുകളും ഭയത്തോടു കൂടെയാണ് ദുആ വസിയ്യത്ത് ചെയ്യുന്നത്. ഉസ്താദേ, കുട്ടികൾ മദ്രസയിൽ പോണതാണ്, മറ്റു പല ആവശ്യങ്ങൾക്കായി ഞങ്ങൾ പുറത്തിറങ്ങുന്നതാണ്, പേടിയാണ് ഉസ്താദേ, ഏത് സമയത്താണ് പാമ്പിൻ്റെ ധ്വംസനം ഏൽക്കേണ്ടി വരിക, പാമ്പ് കടിയേറ്റ് വല്ലാത്ത പ്രയാസത്തിലായി പോകുമെന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ ചൂടാണ് അല്ലേ? വിയർത്തൊലിക്കുകയാണ് പലപ്പോഴും നമ്മൾ. അള്ളാഹു സുബ്ഹാന ഈ ചൂടിൽ നിന്ന് നമുക്ക് കാവൽ തരട്ടെ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അള്ളാഹു ഖുർആനിൽ പറയാൻ, ഈ ലോകം ഇങ്ങനെയൊക്കെ ആകുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ കൈയാട്ടോ. നമ്മുടെ തോന്നിവാസങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അത് പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റ്, അള്ളാഹിനോട് ചെയ്യുന്ന തെറ്റ്, ഇതൊക്കെ നിമിത്തം ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ചൂട് കുറയാനും മഴ ലഭിക്കാനൊക്കെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ കരുണക്കടലാണ്. നല്ല മഴ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനം ആസ്വദിക്കാൻ, നല്ല സുഖം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ദിനേന വേദന എന്നോണം നമ്മൾ കേൾക്കുന്നത് കുഞ്ഞു മക്കളടക്കം പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്ന കാഴ്ചയാണ്. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ കൊണ്ട് ഒരു ചെറിയ കുഞ്ഞിൻ്റെ ആ ഒരു ശരീരം ഇങ്ങനെ കിടക്കാൻ, ചേതനയേറ്റ ശരീരം. ആ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് മോനേന്ന് വിളിക്കുന്നൊരു വിളി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. യാ റബ്ബി, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 2 ദിക്റുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആരും അറിയാതെ, നിങ്ങളും പടച്ചോരും മാത്രം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മനസ്സറിഞ്ഞത് ചെയ്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരും. ഇത്തരം പാമ്പ് കടിയിൽ നിന്ന്, ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ തരും, ഉറപ്പാണ്. അത് നമുക്ക് പഠിക്കാം. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? പാമ്പ് കടിയിൽ നിന്ന് മാത്രമല്ല, ഇത്തരം ഇഴജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാനായിട്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, എന്തായാലും മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഒന്നാമത്തേത്, നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇല്ലേ? വീടിൻ്റെ പരിസരമൊക്കെ ആകെ വൃത്തികേടായി കിടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പരിസരം വൃത്തികേടായി കിടക്കുന്ന വീടാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത്വഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ് ഇല്ലേ? അപ്പോൾ ഈമാനുള്ളൊരിടമാണെങ്കിൽ ശുദ്ധി ഉണ്ടാവും, വൃത്തി ഉണ്ടാവും. ഇപ്പൊക്കെ ഭയങ്കര മടിയാണ് വീട് പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാനായിട്ട്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. നല്ല വൃത്തി വേണം. മനസ്സിലായോ? നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്യണം. മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വീടിൻ്റെ ഭാഗത്ത് വൃത്തികേടുകൾ, അഴുക്കുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ സങ്കേതമാകുമെന്നൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു പരിധിവരെ ഈ ഇഴജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം ഇത്തരം പരിസരം വൃത്തിയില്ലാതാകുക, എല്ലാം കുന്നുകൂടി കിടക്കുക, ഇലകളും പച്ചപ്പും ഒക്കെ ആയിട്ടിങ്ങനെ ആകപ്പാടെ കുന്നുകൂടി കിടക്കുന്ന, വേസ്റ്റുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. അതിനിടയിൽ ഒളിച്ചിരുന്നാൽ പോലും നമ്മളറിയില്ല. കാരണം ഇത് ചൂടത്ത് നിന്നൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഓടി വരികയാണ്. അപ്പോൾ പല സംഗതികളും കുന്നുകൂടി കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂട് കിട്ടാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് അത് സേഫായിട്ട് അവിടെ ഒളിക്കും. നമ്മളെ അറിഞ്ഞുകൊണ്ടൊന്നും ഓടിക്കടിക്കുന്നതൊന്നുമല്ല, നമ്മളങ്ങോട്ട് കടന്നു ചെല്ലും. അതിന് ഉപദ്രവിക്കാൻ വരിക എന്ന് കരുതിയിട്ട് പാമ്പ് നമ്മളെ കൊത്തും. നമ്മളതിൽ റബ്ബിൻ്റെ കലാ അപ്പോഴാണെങ്കിൽ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും.
അല്ലെങ്കിൽ ഒരുപാട് പ്രയാസത്തിലായി നമ്മൾ കടന്നു പോകും. ചിലപ്പോൾ ആൻറ്റീവനം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ റബ്ബിൻ്റെ ഖലാ തന്നെയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നമ്മളോട് തന്നെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീടും പരിസരവും വൃത്തിയുണ്ടാകണം. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അലക്കൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അത് അവിടെ വെള്ളം കുടിക്കാൻ വരുന്നത് കൊതുക് മാത്രമൊന്നുമല്ല, ഈ തണുപ്പ് തേടി വരുന്ന ഇഴജന്തുക്കളൊക്കെ അതിൽ കിടന്നേക്കാം, അതിൽ നിന്ന് വെള്ളം കുടിച്ചേക്കാം. അപ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം. അതുപോലെ തുറന്ന് കിടക്കുന്ന പൈപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പൈപ്പിൻ്റെ ചില ഭാഗങ്ങളൊക്കെ തുറന്ന് കിടക്കും, അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് ഒളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ബാത്റൂമിലൊക്കെ പാമ്പുകൾ വന്നെത്തുന്നത്, അല്ലാതെ മതിൽ കയറിയിട്ട് വരണമെന്നൊന്നുമല്ല. ബാത്റൂമിൽ നിന്ന് പാമ്പ് കടി ഏറ്റു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്ന നെറ്റൊന്നുമില്ലാത്ത ക്ലോസ് ചെയ്യപ്പെട്ട പൈപ്പുകൾക്ക് ഓസുകൾക്കുള്ളിലൂടെ പാമ്പ് കടന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ വാഷിംഗ് മെഷീനൊക്കെ പുറത്തുള്ള ആളുകൾ വാഷിംഗ് മെഷീൻ്റെ ഭാഗത്തൊരു ഒരു ഓസ് ഉണ്ടാവും. എന്തിനാത്? നമ്മുടെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളം പുറന്തള്ളാനായിട്ട്. അതിനകത്തും പാമ്പ് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വൃത്തിയായി നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് മാറിയാൽ ഒരു പരിധിവരെ ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിൽ ചെടി നടന്നവരുണ്ട്, നല്ല കാര്യം കേട്ടോ. അത് നമുക്ക് നല്ല ഓക്സിജൻ തരാനൊക്കെ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും. ഇപ്പോൾ നമ്മൾ പരിസരം വൃത്തിയാക്കുമ്പോഴാകട്ടെ, ചെടി നടുമ്പോഴാകട്ടെ, ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഒരു സുന്നത്താന്ന് കരുതിയിട്ട് ചെയ്താൽ, നെയ്യത്തിൽ ചെയ്താൽ അള്ളാഹു അതിനും നമുക്ക് പ്രതിഫലം തരും. ഇതൊന്നും വേസ്റ്റായി പോകില്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മതിലിലേക്ക് ചേർത്ത് വെക്കുന്ന ചെടികളിൽ പാമ്പുകളും മറ്റ് ഇഴജന്തുക്കളൊക്കെ വസിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. നമ്മുടെ ചുവരിനോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ പിടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ എയർ ഹോളിൻ്റെ ഭാഗത്തേക്ക് കയറാനും അതിലൂടെ അടുക്കളയിലേക്ക് കയറാനും മറ്റു പല ഇടങ്ങളിലേക്കൊക്കെ കയറാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പരമാവധി എയർ ഹോളുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, കാറ്റ് കടക്കുന്ന രീതിയിൽ, പുറന്തള്ളുന്ന രീതിയിൽ നെറ്റിട്ടാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ വളരെയധികം കൃത്യതയോടെ ആ വിഷയം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ആണെങ്കിലും നമ്മൾ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പോയി ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്ത് വല്ലതും കിടക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ ഫ്രണ്ടിലൊക്കെ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തായിരിക്കും നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടുന്നത്, അല്ലേ? ചെരുപ്പ് ഷൂസൊക്കെ ഊരിയിടുന്നത്. അപ്പോൾ രാവിലെ എപ്പോൾ നമ്മൾ ചെരുപ്പിടാൻ വന്നാലും അതൊന്ന് തട്ടിയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് വല്ലതും കയറിയിരിപ്പുണ്ടോ എന്നുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം, അല്ലേ? ആ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് കാല് ചെരുപ്പിനകത്തേക്ക് ധരിച്ചതിൻ്റെ പേരിലൊക്കെ എത്ര പാമ്പ് കടിയേറ്റ ആളുകൾ മരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ചില പാമ്പുകളൊക്കെ കടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല എന്നാണ്, ശംഖുവരയം പോലുള്ള സാധനമൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിഷയമൊക്കെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ജനലും വാതിലൊക്കെ എപ്പോഴും അശ്രദ്ധമായി അലക്ഷ്യമായി തുറന്നിടുന്ന കുറേ ആളുകളുണ്ട്. ജനലും വാതിലൊക്കെ അപ്പോൾ അടച്ച് പരിപൂർണമായിട്ട് പേടിച്ചിട്ടിടുന്ന ആളുകളുണ്ട്. ഇത് രണ്ടും ആകാൻ പാടില്ല. അതായത് പാമ്പ് കയറുമെന്ന് കരുതിയിട്ട് തീരെ ജനലും വാതിലും തുറന്നില്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് തിങ്ങി നിന്നിട്ട് ഒരു വല്ലാത്തൊരു നെഗറ്റിവിറ്റി ആയിരിക്കും, ഒരു സന്തോഷം സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന വാതിലും ജനലും ഉള്ള വീട്ടിൽ സന്തോഷം എന്ന് പറഞ്ഞ സാധനം കിട്ടൂല. അവിടെ നെഗറ്റിവിറ്റിയാണ് ഫുള്ള്. ഒരു പോസിറ്റീവ് സാധനം അവിടെ ഉണ്ടാവില്ല, നെഗറ്റീവ് എനർജി ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇതിൻ്റെ അകത്ത് ഒരു ശുദ്ധമായി കിട്ടാനില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ തുറക്കുമ്പോഴാണെങ്കിലും അശ്രദ്ധയോടുകൂടെ വേണം, അശ്രദ്ധമായി വലിച്ചിടാൻ പാടില്ല. ഒന്ന് തുറന്നിട്ടാൽ തന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചിടുക. അപ്പോൾ തുറന്നിടുമ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ അവിടെ വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഇച്ചിരി കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ഉണ്ടെങ്കിൽ ഒരു നെറ്റിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇടാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തുറന്നിടുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ശ്രദ്ധയില്ലാത്ത സമയത്താണെങ്കിൽ അടച്ചിടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ ആ സമയത്ത് ലഭിക്കാൻ വളരെ അധികം നല്ലതാണെന്നാണ്. പിന്നെ ഈ വീടിൻ്റെ പുറംഭാഗം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് വീടിൻ്റെ അകത്ത് ക്ലീനാക്കി ഇടുക എന്നുള്ളത്. വീടിൻ്റെ അകവും വൃത്തിയുണ്ടാകണം. പല ഭാഗങ്ങളിൽ കൂടെയും വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്ന വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇതൊന്നും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ അകവും വൃത്തിയാക്കി വെക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് നമ്മളെപ്പോഴും എന്ത് ചെയ്യും? ഈ വേസ്റ്റ് കളയാനുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് കുന്നുകൂട്ടി വെക്കും. കളയാനുള്ള വേസ്റ്റുകൾ കുന്നൂട്ടി വെക്കുമ്പോൾ അതിൻ്റെ മണം പിടിച്ചിട്ട് എലികൾ വരും. എലികൾക്ക് അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എലിയുടെ പിന്നാലെ ആരും വരും? നമ്മുടെ പാമ്പും വരും. എലിയുടെ പിന്നാലെ പാമ്പും വരും. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സംഗതികളാണ്. വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുപോയി പുറത്തിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അടച്ച് പൂട്ടി വെക്കാൻ പറ്റുന്ന, പുറത്തേക്ക് സ്മെല്ല് വരാത്ത രീതിയിൽ അടച്ചു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ വെറുതെ പടച്ചോനെ കാക്കണേ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല.
നമ്മളോട് ചെയ്യാൻ പല കാര്യങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നതോടൊപ്പം അള്ളാഹിനോട് ദ്വാരക്കുകയും കൂടെ വേണം. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം പ്രാർത്ഥന വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. രഹസ്യങ്ങൾ നിറഞ്ഞ 2 ദുആവും ഒരു അത്ഭുതം നിറഞ്ഞ കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ ചെയ്തോ, അള്ളാഹു കാവൽ തരും, ഉറപ്പാണ്. അതായത് ഒരു സ്വഹാബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ വരുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. യാ റസൂലുള്ളാഹി, എനിക്ക് തേളിൻ്റെ കടിയേറ്റിട്ടുണ്ട്. കാരണം പാമ്പിനേക്കാൾ വിഷമുള്ള തേളുകളൊക്കെ ഉണ്ട്, മരുഭൂമിയും കൂടെ ആണല്ലോ. തേടിൻ്റെ വിഷമേറ്റിട്ടുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങൾ ഈ ദുആ ചെയ്തിരുന്നെങ്കിൽ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ലായിരുന്നു എന്നാണ്. ഏതാണ് ആ ദിക്ർ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു, ഞാൻ കാവൽ തേടുന്നു, ബികലിമാത്തില്ല, അള്ളാഹുവിൻ്റെ കെലിമത്തുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെന്നർത്ഥമുണ്ട്, പരിശുദ്ധ ഖുർആനിലെ വാക്യങ്ങളെന്നർത്ഥമുണ്ട്, അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ആത്മാക്കളെന്നർത്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ. അപ്പോൾ ഈ കെലിമത്തുകൾ കൊണ്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അല്ലാഹ് മിൻ ശർരി മാ ഖലഖ്, നീ പടച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന്. അതിൽ പാമ്പ് പെട്ടു, തേള് പെട്ടു, ശൈത്താൻ പെട്ടു, മനുഷ്യൻ പെട്ടു, എല്ലാം പെട്ടു. അപ്പോൾ രാവിലെ ഇത് 3 തവണ സുബ്ഹി കഴിഞ്ഞിട്ട്, വൈകുന്നേരം മഗ്‌രിബ് കഴിഞ്ഞിട്ട് 3 തവണ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓതിയിട്ട് അവരുടെ ശിരസിൽ മന്ത്രിച്ചു കൊടുക്കുക. അവർ പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ, എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക. കുഞ്ഞുമക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചെരുപ്പൊക്കെ ധരിച്ച് ഭംഗിയായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങാനെന്ന് അവരെ ബോധവൽക്കരിക്കുക കൂടെ വേണം. മറ്റൊരു ഹദീസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, രാവിലെ ആരെങ്കിലും ഇതൊരു 3 തവണ ചൊല്ലിയിട്ടിറങ്ങിയാൽ ഒരു സംഗതിയും അള്ളാഹുവിൻ്റെ പടപ്പുകൾ നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ്. പാമ്പല്ലാൻ്റെ പടപ്പല്ലേ. ഈ ദിക്ർ നമ്മളൊരു 1.5 കൊല്ലം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ദിക്ർ പഠിപ്പിച്ചിട്ടാണ് ഞാൻ കോയമ്പത്തൂർക്ക് അന്ന് എൻ്റെ മറ്റേ പഴയ വണ്ടിയിൽ പോകുന്നത്. അന്നാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത്ര വലിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടും എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അന്ന് നമ്മൾ പഠിച്ചത് ഈ ദിക്റാണ്. ഏതാണത്? ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദി ലാ യളുറു മഅസ്മിഹി ശൈഉൻ, അവൻ്റെ പേരിനോടൊപ്പം അവൻ്റെ പേര് കൂടെ ഉണ്ടെങ്കിൽ ഒരു സംഗതിയും നമ്മളെ ഉപദ്രവിക്കില്ല. അപ്പോൾ എൻ്റെ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വേണം. എവിടെയുള്ള വസ്തുക്കൾ, ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും ഒന്നും എന്നെ ഉപദ്രവിക്കില്ല. സമീഉൽ അലീം, അവനെല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അപ്പോൾ ഈ ദിക്ർ രാവിലെ 3 തവണ, ആദ്യം പഠിച്ച അഊദു ബികലിമാത്തില്ലാഹി 3 തവണ, വൈകുന്നേരം 3 തവണ നിങ്ങൾ പതിവാക്കി നോക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ചെയ്തു നോക്ക്. ഒരു പാമ്പും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തൊടൂല, ഉറപ്പാണ്. പഠിപ്പിക്കുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇഖ്ലാസ് വേണം കേട്ടോ, ഇഖ്ലാസോടുകൂടെ ചൊല്ലിയാലാണ്. പിന്നെ രഹസ്യം നിറഞ്ഞൊരു സംഗതി കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ആരും അറിയണ്ട, നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അസ്സദഖത്തു റദ്ദുൽ ബലാ, അപകടങ്ങളെ സ്വതക്ക തടയും. ആരും അറിയാതെ നിങ്ങൾ പടച്ചോൻ്റെ മുമ്പിൽ നിന്നിട്ട്, പടച്ചോനെ, ഈ പാവപ്പെട്ട മനുഷ്യന് ഞാനിതാ സ്വതക്ക കൊടുക്കാൻ, ഒരപകടവും എനിക്ക് തരല്ലേ അല്ലാ. നിൻ്റെ ഹബീബ് വാഗ്ദത്തം ചെയ്തതാണ്. ഇത് ഞാനും നീ അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യുക. ഒരുപാട് പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ ഹദിയ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചോൻ ഏറ്റെടുക്കൂലേ? അല്ല, ഞാൻ ഇവിടെ തരൂല, വേറെ പുറത്തേ കൊടുക്കുള്ളൂ. എവിടെ വേണമെങ്കിലും കൊടുത്തൊരു കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ലൊരു ഹദിയ ഇതിലേക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അൽഹംദുലില്ലാ. എന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ, അസ്സദഖത്തു റദ്ദുൽ ബലാ എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്, നീ കാക്കണേ അല്ലാ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. ആദ്യം പറഞ്ഞ 4-5 കാര്യങ്ങൾ വീട്ടിൽ നടപ്പാക്കിക്കോ. ഉറപ്പാണ്, ഒരു പാമ്പും ഒരു ശൈത്താനും ഒരു മനുഷ്യനും നിങ്ങൾ ഉപദ്രവിക്കൂല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ്. അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? കഴിഞ്ഞ ദിവസം ചോദ്യം ഉണ്ടായില്ല, അതിന് മുമ്പത്തെ ദിവസം അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മൂത്ത പുത്രൻ്റെ പേരെന്താണ്? അതാരാ? എല്ലാവർക്കും അറിയാം അല്ലേ? സയ്യിദുന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുത്തെ മദദ് കൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, പരിശുദ്ധ റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകൽ ഏത് മാസത്തിലാണ് ഉള്ളത്? അങ്ങനെ റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠമായ പകലുള്ളത് ഏത് മാസത്തിലാണ്? കമൻ്റ് ചെയ്യൂലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തവും കാവലും നൽകണേ അല്ലാഹ്. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നേർവഴിയിലാക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, എല്ലാ ഷെറുകളിൽ നിന്നും കാവലേക്കണേ അല്ലാഹ്. പടച്ചോൻ, ഒരുപാട് ആളുകൾ പാമ്പ് ദംസനത്തിൻ്റെ ഭയത്തിലാണ്. യാ റബ്ബി, നീ കാവലേക്കണേ അല്ലാഹ്. പാമ്പുകളുടെ നീ പടച്ച എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം ഷെറിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അത്തരമൊരു ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിർഭയത്വവും മോചനവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് ഉംറക്ക് സിയാറത്തിനായി പുറപ്പെടുന്നവരുണ്ട്. യാത്ര എളുപ്പമാക്കണേ അല്ലാഹ്. അഅമാലുകൾ പൂർത്തീകരിച്ച് ഭംഗിയായി തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളാരെയും ആ പുണ്യഭൂമിയിലെത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.